ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ബാങ്ക് നിഫ്റ്റി തന്നെയാണ് ട്രേഡ് എടുത്തത്. ഒരു 13,000-ൻ്റെ പ്രോഫിറ്റ് നമ്മൾ ഇന്ന് ഓവറോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ആക്ച്വലി സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇട്ടാൻ പറ്റാഞ്ഞത്. ഞാൻ അത്യാവശ്യം റെക്കോർഡിങ് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ലായിരുന്നു. ഞാൻ മൊബൈലിൽ നിന്നാണ് ട്രേഡ് എടുത്തത്. ഇന്നലെ എനിക്ക് ആക്ച്വലി ലോസ് ആയിരുന്നു. എനിക്ക് വേറെ ഇച്ചിരി പരിപാടിയായിട്ട് പുറത്ത് പോകേണ്ടി വന്നു. അപ്പം ഒരു 20,000 ലോസായിരുന്നു എനിക്ക് ഇന്നലെ ഉണ്ടായത്. ഇന്നിപ്പോൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ലോസ് ആകുമ്പം ഇന്നലെ ഞാൻ മൊബൈലിലെടുത്തുകൊണ്ട് അത്യാവശ്യം ഒരു കൺവിക്ഷൻ കൊണ്ട് മാത്രം എടുത്താണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയൊരു ലോജിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. ഓക്കെ, ഇന്നിപ്പോൾ ഓർഡർ ബുക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ പോയിൻറ്റ്സ് 10:37 എടുത്തിട്ട് 10:44 നമ്മളുടെ 100 പോയിൻറ്റ്സ് അച്ചീവ്. 100 അല്ല, ആക്ച്വലി 100 ആണെങ്കിൽ നമ്മളെടുത്ത ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 150 ക്വാണ്ടിറ്റി മാത്രമാണ് എടുത്തത്. 150 എടുത്തപ്പോഴത്തേക്ക് ഒരു 200 പോയിൻറ്റ്സോളം നമുക്കിവിടെ ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 200 പോയിൻറ്റ്സിനേക്കാളും കൂടുതൽ പെട്ടെന്നൊരു മൊമെൻറ്റം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ട്രേഡ് എടുക്കാനുള്ള ലോജിക്കും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ ചാർട്ട്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഒരു റെഡിഷ് അല്ലെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ വെച്ചിട്ടായിരുന്നു. ഈ ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഞാൻ ഡ്രോ ചെയ്ത് കാണിച്ച ഇച്ചിരിയും കൂടെ ക്ലിയർ ആവും. ഓക്കെ, ഈ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചിട്ടാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത്. മാർക്കറ്റ് ഓപ്പൺ ആയപ്പോഴും എനിക്കൊരു ബുള്ളിഷ് വ്യൂ തന്നെയായിരുന്നു. ഞാനൊരു ഡിപ്പിൽ വന്നിട്ട് ബൈ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു എനിക്ക്. പക്ഷേ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിപ്പ് എടുത്തതിന് ശേഷം ഈ ഒരു ക്യാൻഡിലിൻ്റെ 0.6% വന്ന് റീടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അത് കാണിച്ചാൽ കുറച്ചും കൂടെ മനസ്സിലാവും. ഇങ്ങനെ ഡ്രോ ചെയ്ത് നമ്മളുടെ ഫിബോ പ്ലോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ 0.6 ലെവൽ, ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ സ്ഥിരമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ലെവലിൽ വന്ന് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഒരു ബൈ എൻട്രി എടുക്കാം എന്നായിരുന്നു എൻ്റെ ഒരു കൺവിക്ഷൻ. ലൈൻ അൺബോൾ ചെയ്തു. ഓക്കെ, ഇതായിരുന്നു ആ ലൈന്. അവിടുന്ന് തിരിച്ച് നമ്മളുടെ ആ ഒരു പോയിന്റിലെത്തി റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ബൈ എൻട്രി എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ അതിനെ റീടെസ്റ്റ് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ആക്ച്വലി ഞാൻ ഇവിടെ വന്ന് തിരിച്ച് ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു. അപ്പോൾ ഞാനെങ്കിൽ അതിനെ റീടെസ്റ്റ് ചെയ്തില്ലല്ലോ. ഓക്കെ, 49 ആവട്ടെ എന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത് അവിടെ നിന്ന് വളരെ ഫാസ്റ്റായിട്ടൊരു മൊമെൻ്റാണ് സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് ആ ട്രേഡ് മിസ്സായിപ്പോയി. അതെനിക്ക് എടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴും ഇവിടെ എത്തിയപ്പോഴും എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് വ്യൂ തന്നെയായിരുന്നു. പക്ഷേ എന്നാ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ മാർക്കറ്റ് ഡൗൺഫോൾ വരാൻ തുടങ്ങി. ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴും ഞാൻ അത്രയും ഒരു ബെയറിഷ് അല്ലായിരുന്നു. ഇന്നെൻ്റെ ഓവറോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അപ് ട്രെൻഡ് തന്നെയായിരുന്നു ഇന്നലത്തെ പോലെ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നേരത്തെ ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ടില്ല. കുറേ പേര് അത് ശ്രദ്ധിച്ചുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഇവിടെ റീടെസ്റ്റ് ചെയ്യാൻ വരികയാണ് എന്ന് വിചാരിച്ച് ഞാൻ ഇത്രയും ഒരു വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ ഉണ്ടായിക്കഴിഞ്ഞ് ഇതിൻ്റെ റിട്രേസ്മെൻറ്റ് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വരും. ഒരു 10:35 ആണ്. ഓക്കെ, ഓർഡർ ബുക്ക് എടുത്ത 10:37 നമ്മളുടെ ട്രേഡിനെ എക്സിക്യൂട്ട് ചെയ്തത്. ഒന്നും നെഗറ്റീവിലോട്ടൊന്നും പോയില്ല. ചെറിയൊരു പോർഷൻ മാത്രം നമ്മളുടെ എഗനിസ്റ്റ് പോയിട്ട് അവിടെ നിന്ന് തന്നെ ഒരു താഴത്തോട്ടൊരു ഫോൾ ഉണ്ടാവുമായിരുന്നു. CPRനെ കൂടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇൻസൈഡ് CPR ആയിരുന്നു. അപ്പം ഇവിടെ കുറേ പേര് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസിനെയും കൂടെ ഹണ്ട് ചെയ്യാം എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു പ്ലാന്. കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലെ, നമ്മളുടെ ഒരു കൺവിക്ഷൻ പോലെ തന്നെ അവിടെ വരികയും മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഞാൻ പിന്നെ ട്രേഡ് എടുത്തില്ല, കാരണം ഇന്നലെ ലോസ് ആയിരുന്നുകൊണ്ട് നമ്മൾ പിന്നെയും ഓവർ ട്രേഡ് ചെയ്ത് നമ്മളുടെ പൈസ കളയാൻ പാടില്ല. അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. സോ ഓവറോൾ നമുക്ക് ഇന്ന് ഒരു ടോട്ടലി ഒരു 13+ൻ്റെ പ്രോഫിറ്റ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്.
ഇതാണ് ഇന്ന് ട്രേഡ് എടുക്കാനുള്ള ലോജിക്കും റീസൺസും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊന്നുമില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോ ഞാൻ പറഞ്ഞു തരുന്നത് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് പറയുവാണെങ്കിൽ കമൻസിലൊക്കെ ഒന്ന് അറിയിച്ചാൽ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും ഞാൻ അതിനെ സോർട്ട് ചെയ്യുകയും ചെയ്യാവും. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.